എല്ലാം പരിഹരിക്കും. എല്ലാം പരിഹരിക്കും. കേട്ടാ? എല്ലാം പരിഹരിക്കും. എല്ലാം പരിഹരിക്കപ്പെടും. കേട്ടാ? കേട്ടാ? ഉണ്ണിയെ എത്ര നേരം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? ഞാനിവിടെ പോകേണ്ടത്. എടാ നീ നേരം വിളിച്ചാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഈ കടറ അവിടെ വൈകുന്നേരം വരെ ഇരിക്കുക. വേറെ ഒരു പണിയില്ലേ? അറിയില്ല. എന്താ അറിയില്ല? ചേട്ടാ ഇവന് സത്യം പറഞ്ഞ വിഷാദ രോഗമാണ്. ഇന്നലെ ഞാൻ സിദ്ധൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പം എൻ്റെ കാര്യം പറഞ്ഞു ഞാൻ. അപ്പം നാളെ ചെന്നിട്ട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. നീ എൻ്റെ കൂടെ വന്നാൽ മതി. നാളെ നമുക്ക് പോയിട്ട് ആ സിദ്ധനെ കണ്ടൊരു പൂജ നടത്തി എൻ്റെ അസുഖമൊക്കെ മാറും. ഒന്ന് ഉഷാറാവുമോ? ആ നാളെ പോവല്ലേ? അതെ പോണെന്നുണ്ട്. നമ്മൾ മിനിയാത്ത പത്രം വശങ്ങൾ എന്തേ അതിൽ സിദ്ധൻ്റെ ഫോട്ടോ ഉണ്ടാ? നരവരി രണ്ട് പാവപ്പെട്ട പെണ്ണുങ്ങളെ കൊന്നിട്ട് തിന്നു കളഞ്ഞു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് പോര്? എടാ അത് അവിടെയൊക്കെ പല സ്ഥലത്തും പലതും നടക്കും. പക്ഷെ സത്യസിദ്ധൻ അങ്ങനെയല്ല. അതൊരു പ്രത്യേക ഒരു ബോധോദയം ഉണ്ടായതാണ്. എത്ര പേരവിടെ വരുന്നതെന്നറിയോ? അതെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇയാൾക്കെതിരെ കുറെ ആൾ ഒപ്പ് ശേഖരണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ആൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒപ്പ് കൊടുത്തു പോയി. അതെന്താണെന്നറിയോ? ഈ സിദ്ധൻ എന്ന് പറയുന്ന ആൾ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളല്ല, ജാതിയിൽപ്പെട്ട ആളല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമില്ല. ഇയാൾ സ്വതന്ത്രമായിട്ട് എല്ലാവർക്കും വേണ്ടി പൂജ ചെയ്യണ ആളാ. അപ്പോൾ അയാളെതിരെ ഒരുപാട് പേര് വരും. അയാളുടെ കൂടെ നിൽക്കുന്ന പരികർമ്മികൾ വരെ വിവിധ മതത്തിൽപ്പെട്ടവരാ. ഒരു പ്രത്യേക പൂജ. എന്നിട്ട് ആ സ്വാമിയെ വിളിച്ചിട്ട് പോകുന്നു. അത് ചില ആൾക്കാർ വിവരമില്ലാണ്ട് വിളിക്കണതാണ് സ്വാമിന്ന്. വേറെ മതത്തിലുള്ളവർ വന്നു കഴിഞ്ഞാൽ സിദ്ധ, അങ്ങുന്നേ, അങ്ങനെ പലതും വിളിക്കും. ബഹുമാനത്തോടെ വിളിക്കണതാണത്. അല്ലാണ്ട് സ്വാമിന്നൊന്നും വിളിക്കുന്നത് സിദ്ധനെ ഇഷ്ടമല്ല. ഇതൊരു പ്രത്യേക പൂജ.